സാർവത്രിക സഭയുടെ മധ്യസ്ഥനായ വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ തിരുനാൾ നാം ആചരിക്കുകയാണല്ലോ. ഷാലോം ടിവിയുടെ പ്രേക്ഷകർക്ക് തിരുനാളിൻ്റെ ആശംസകളും അനുഗ്രഹങ്ങളും നേർന്നുകൊള്ളട്ടെ. യേശുവിൻ്റെ കരുതലുള്ള വളർത്തുപിതാവ്, പരിശുദ്ധ കന്യകയുടെ വിരക്തപതിയായ ഭർത്താവ്, സാർവത്രിക സഭയുടെ സംരക്ഷകൻ, കുടുംബങ്ങളുടെ കാവൽക്കാരൻ, കന്യാവ്രതക്കാരുടെ സംരക്ഷകൻ എന്നിങ്ങനെ വിവിധ അപദാനങ്ങളാൽ വിശുദ്ധ ഔസേപ്പ് അറിയപ്പെടുന്നു. വിശുദ്ധ ഔസേപ്പിതാവിനോടുള്ള സ്നേഹവും ഭക്തിയും ആഗോള സഭ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നു. പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ 2013 മാർച്ച് 19 വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ തിരുനാൾ ദിനത്തിലാണ് തൻ്റെ പരമാചാര്യത്വം ഔദ്യോഗികമായി ഏറ്റെടുത്തത്. പരിശുദ്ധ പിതാവിന് വിശുദ്ധ ഔസേപ്പിതാവിനോടുള്ള ഭക്തി ലോകപ്രസിദ്ധമാണ്, എല്ലാവർക്കും അറിയാവുന്നതാണ്. പരിശുദ്ധ പിതാവ് തന്നെ പറയുകയുണ്ടായി, തൻ്റെ കിടപ്പുമുറിയിൽ വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ ഉറങ്ങുന്ന ഒരു രൂപം അദ്ദേഹം വച്ചിട്ടുണ്ട്. ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് തൻ്റെ നിയോഗങ്ങളെല്ലാം എഴുതി ആ രൂപത്തിന് കീഴെ വെച്ചതിന് ശേഷമാണ് ഉറങ്ങാൻ പോവുക. യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ സുഖമായി ഉറങ്ങുവാൻ കഴിയുമെന്ന്. ഉറങ്ങുന്ന ഔസേപ്പിതാവിനോടുള്ള ഭക്തി ഇന്ന് കേരളത്തിലും പ്രസിദ്ധമായി കൊണ്ടിരിക്കുന്നു. ഔസേപ്പിതാവിനെ കുറിച്ചുള്ള വിവരണങ്ങൾ യേശുവിൻ്റെ ജനന ബാല്യകാല വിവരണങ്ങളിൽ വിശുദ്ധ മത്തായിയും വിശുദ്ധ ലൂക്കും നൽകുന്നുണ്ട്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ മറിയത്തിൻ്റെ ഗർഭധാരണം തൻ്റെ സഹകരണം കൂടാതെ മറിയം ഗർഭിണിയായി കാണപ്പെട്ടതിൽ പരിഭ്രാന്തനായ ഔസേപ്പിതാവ് രഹസ്യമായി മറിയത്തെ ഉപേക്ഷിക്കുവാൻ പദ്ധതിയിടുന്നു. എന്നാൽ സ്വപ്നത്തിൽ ലഭിച്ച സന്ദേശമനുസരിച്ച് അദ്ദേഹം മനസ്സിലാക്കുന്നു തൻ്റെ ഭാര്യ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്താലാണെന്ന്. മാലാഖയിൽ നിന്ന് ലഭിച്ച ആ സന്ദേശം സ്വീകരിച്ചുകൊണ്ട് ദൈവഹിതമായി അദ്ദേഹം മറിയത്തെ സ്വീകരിക്കുന്നു. വീണ്ടും യേശുവിൻ്റെ ജനനത്തിന് ശേഷം ആട്ടിടയന്മാർ പുൽക്കൂട്ടിൽ വന്ന് യേശുവിനെ ആരാധിക്കുമ്പോഴും പൗരസ്ത്യ ദേശത്തു നിന്നുള്ള ജ്ഞാനികൾ യേശുവിനെ ആരാധിക്കുവാനായി ബെത്ലഹേമിലെത്തുമ്പോഴും യേശുവിൻ്റെ സമർപ്പണ സമയത്തും യേശുവിൻ്റെ പരിച്ഛേദന കർമ്മത്തിലും എല്ലായിടത്തും ഔസേപ്പിതാവ് ദൃക്സാക്ഷിയായിരുന്നു. അങ്ങനെ യേശുവിൻ്റെ ബാല്യകാലവുമായി ഔസേപ്പിതാവ് വളരെ ഗാഢമായി ബന്ധപ്പെട്ടിരിക്കുന്നു. യേശുവിൻ്റെ സംരക്ഷണം കൂടാതെ ഔസേപ്പിതാവ് യേശുവിന് വിദ്യാഭ്യാസം നൽകുന്നതിലും അദ്ദേഹത്തിൻ്റെ ജോലിയായിരുന്ന
മരപ്പണി പഠിപ്പിക്കുന്നതിലും യൗസേപ്പ് പിതാവ് മുൻകൈയെടുക്കുന്നു. അങ്ങനെ വിശ്വസ്തനായ ഭർത്താവ്, വാത്സല്യമുള്ള പിതാവ് എന്നീ നിലകളിൽ തിരുക്കുടുംബത്തെ അദ്ദേഹം പരിപാലിക്കുന്നു. യൗസേപ്പ് പിതാവ് കുടുംബങ്ങളുടെ പ്രത്യേക മധ്യസ്ഥനാണ്. സുവിശേഷങ്ങളിൽ യൗസേപ്പ് പിതാവ് ഒരു നിശബ്ദ കാഴ്ചക്കാരനെ പോലെ അല്ലെങ്കിൽ നിശബ്ദ പങ്കാളിയെ പോലെയാണ് നാം കാണുക. അദ്ദേഹത്തിൻ്റെ ഒരു വചനം പോലും സുവിശേഷങ്ങൾ രേഖപ്പെടുത്തിയില്ല. അദ്ദേഹത്തിൻ്റെ നിശബ്ദത എന്നാൽ വളരെ അധികം കാര്യങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ദൈവ തിരുമനസ്സിന് പരിപൂർണമായി വിധേയനായിക്കൊണ്ട് അദ്ദേഹം തന്നെ ഫലമേൽപ്പിച്ച ആ വലിയ ദൗത്യം, രക്ഷാകര കർമ്മത്തിൽ പങ്കുചേരുക എന്ന ആ വലിയ ദൗത്യം ഏറ്റവും സ്നേഹത്തോടെ, ഏറ്റവും വിശ്വസ്തയോടെ നിർവഹിക്കുന്നു. കുടുംബങ്ങൾക്ക്, പ്രത്യേകിച്ച് കുടുംബനാഥന്മാർക്ക് യൗസേപ്പ് പിതാവ് വലിയ മാതൃകയും പ്രചോദനവുമാണ്. ആധുനിക കുടുംബങ്ങളിൽ പിതാക്കന്മാരുടെ സ്ഥാനം എത്ര വലുതാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. നല്ലൊരു ഭർത്താവ്, നല്ലൊരു പിതാവ്, നല്ല കുടുംബ സംരക്ഷകൻ എന്നീ നിലകളിൽ ഒരു പിതാവ് തൻ്റെ കർത്തവ്യങ്ങൾ നിർവഹിക്കുന്നു. വിശുദ്ധ യൗസേപ്പ് പിതാവാണ് അതിനുള്ള ഏറ്റവും വലിയ മാതൃക. ആധുനിക കുടുംബങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളിൽ വളരെ ഗൗരവമായി നാം കണക്കാക്കേണ്ടത് മാതാപിതാക്കളും മക്കളും തമ്മിലും, ഭാര്യാഭർത്താക്കന്മാർ തമ്മിലും ശരിയായ ആശയവിനിമയം നടക്കുന്നില്ല എന്നുള്ളതാണ്. ടെലിവിഷൻ്റെയും മറ്റു മാധ്യമങ്ങളുടെയും ഇൻ്റർനെറ്റിൻ്റെയും സോഷ്യൽ മീഡിയയുടെയുമൊക്കെ അതിപ്രസരം ഇന്ന് ഓരോരുത്തരും ഓരോ ദ്വീപായി മാറുന്നതിന് കാരണമായി തീരുന്നു. കുടുംബങ്ങളിൽ പ്രാർത്ഥനാ ചൈതന്യം കുറഞ്ഞു പോകുന്നതിനും അത് കാരണമായി തീരുന്നു. കുടുംബങ്ങളിൽ ആശയവിനിമയവും പരസ്പര ധാരണയും ഐക്യവും പ്രാർത്ഥനാ ചൈതന്യവും ഉണ്ടെങ്കിൽ മാത്രമേ അത് യഥാർത്ഥത്തിൽ ഒരു ക്രൈസ്തവ കുടുംബമായി പരിണമിക്കുകയുള്ളൂ. യൗസേപ്പ് പിതാവ് നൽകുന്ന സന്ദേശം അതാണ്. യൗസേപ്പ് പിതാവിൻ്റെ സംരക്ഷണയിൽ കഴിയുന്ന നമ്മുടെ കുടുംബങ്ങൾ അദ്ദേഹത്തിൻ്റെ ആ നിശബ്ദമായ മാതൃക അനുകരിക്കേണ്ടതാണ്. എനിക്ക് വളരെ അടുത്ത് പരിചയമുള്ള ഒരു ഭാര്യയും ഒരു ഭർത്താവും ഇടയ്ക്കെല്ലാം എന്നെ കാണാൻ ഇവിടെ വരാറുണ്ട്. ഭാര്യ ശരീരമാസകലം തളർന്ന അവസ്ഥയിലാണ്. പക്ഷേ ഭർത്താവ് അവരെ ശുശ്രൂഷിക്കാൻ വേണ്ടി അയാളുടെ ജോലി പോലും രാജിവെച്ച് 24 മണിക്കൂറും അവർക്ക് വേണ്ടി ചെലവഴിക്കുന്ന വളരെ ഹൃദയസ്പർശിയായ അനുഭവം. ഭാര്യയെ തൻ്റെ കാറിൽ എടുത്തിരുത്തി എല്ലാ ദിവസവും ദേവാലയത്തിൽ ബലിയർപ്പിക്കുന്നതിന് അവർ രണ്ടുപേരും കൂടി വരുന്ന അനുഭവം വളരെ മനോഹരമായിട്ടുള്ളതാണ്.
ചിലപ്പോഴെല്ലാം ദിവ്യബലിയിൽ പങ്കെടുത്ത ശേഷം എന്നെ കാണുവാനായിട്ട് ഇവിടെ വരാറുണ്ട്. പ്രാർത്ഥനാ ചൈതന്യമുള്ള ഒരു കുടുംബനാഥനും ഒരു കുടുംബനാഥയും, അതുപോലെ തന്നെ അവർക്ക് ഒരു മകളുമുണ്ട്. ആ മകളും അമ്മയുടെ ഈ രോഗാവസ്ഥയിൽ വളരെ കാര്യമായി അവരോട് സഹകരിക്കുകയും അവരെ സഹായിക്കുകയും ചെയ്യുന്ന അനുഭവം. അപ്പോൾ ഇന്ന് കൊടുക്കുന്ന ഒരു സംസ്കാരമാണ് നാം വളർത്തിയെടുക്കേണ്ടത്. ഒരു സ്നേഹത്തിൻ്റെ സംസ്കാരം. അത് ത്യാഗപൂർണമാണ്. ആ സ്നേഹം സഹിക്കുന്ന സ്നേഹം, പൊറുക്കുന്ന സ്നേഹം, കൊടുക്കുന്ന സ്നേഹം, അത് യൗസേപ്പിതാവിൻ്റെ ജീവിതത്തിൽ കാണുവാൻ നമുക്ക് സാധിക്കും. യാതൊന്നും പ്രതീക്ഷിച്ചുകൊണ്ടല്ല, തൻ്റെ പ്രതീക്ഷകൾക്കെല്ലാം മങ്ങലേറ്റപ്പോഴും അദ്ദേഹം ദൈവഹിതം ആരായുകയും അത് അനുവർത്തിക്കുകയും ചെയ്തു. ലൂക്കായുടെ സുവിശേഷത്തിൽ നാം വായിക്കുന്നു, അഗസ്റ്റസ് സീസറിൻ്റെ കൽപ്പന പ്രകാരം കണക്കെടുക്ക് നടത്തുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം യാത്ര ചെയ്യുന്നത്. ഗർഭിണിയായ ഭാര്യയോടുകൂടെ ഒരു ഭൗതിക അധികാരിയെപ്പോലും അദ്ദേഹം അനുസരിക്കുന്ന ആ ഒരു വലിയ മനസ്സ് വിശുദ്ധ യൗസേപ്പിൽ നമുക്ക് ദർശിക്കുവാൻ കഴിയും. അതുപോലെ തന്നെ നമ്മുടെ കുടുംബനാഥന്മാരും തങ്ങളെ ദൈവം ഫലമേൽപ്പിച്ചിട്ടുള്ള ആ വലിയ ദൗത്യം, തങ്ങളുടെ കുടുംബങ്ങളെ വിശുദ്ധിയും സ്നേഹവും ഐക്യബോധവും ഉള്ള കുടുംബങ്ങളാക്കി തീർക്കുന്നതിന് അവർ അങ്ങേയറ്റം പരിശ്രമിക്കണം. അവരുടെ ജീവിതം പരസ്പരം ദാനം ചെയ്യുന്ന, പരസ്പരം നൽകുന്ന, പരസ്പരം സമർപ്പിക്കുന്ന ഒരു ജീവിതമായിരിക്കണം. എങ്കിൽ മാത്രമേ അവിടെ യഥാർത്ഥത്തിൽ നസ്രത്തിലെ ആ വിശുദ്ധ കുടുംബം പോലെ സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ശാന്തിയുടെയും ചൈതന്യം നിറഞ്ഞു തുളുമ്പുകയുള്ളൂ. അധ്വാനിക്കുന്ന വിശുദ്ധ യൗസേപ്പിതാവ് യേശുവിനെ പോറ്റുവാൻ വേണ്ടി, യേശുവിനെയും മറിയത്തെയും പോറ്റുവാൻ വേണ്ടി അദ്ദേഹം തച്ചൻ്റെ ജോലി ചെയ്തു. യേശു അറിയപ്പെട്ടത് തച്ചൻ്റെ മകൻ എന്ന പേരിലാണ്. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ യേശുവിനെ തച്ചൻ എന്നും വിളിക്കുന്നുണ്ട്. കാരണം യൗസേപ്പിതാവിൻ്റെ അതേ ജോലി തന്നെ യേശുവും നിർവഹിച്ചു. തൻ്റെ പിതാവിനെ സഹായിക്കുന്നതിന് യേശു എന്നും സന്നദ്ധനായിരുന്നു എന്ന് വളരെ വ്യക്തമാണ്. യൗസേപ്പിതാവിൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ മറ്റൊരു കാര്യം നാം അനുസ്മരിക്കേണ്ടത് പാവപ്പെട്ടവരോടുള്ള നമ്മുടെ സ്നേഹവും കരുതലുമാണ്. ഇന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ദാരിദ്ര്യവും പട്ടിണിയും രോഗവും ഏകാന്തതയും അവഗണനയും മൂലം യാതന അനുഭവിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകളുണ്ട്. അതുപോലെ തന്നെ നിർബന്ധിതമായ സാഹചര്യങ്ങളാൽ സ്വന്തം വീടും നാടും വിട്ട് പ്രവാസികളായി കുടിയേറ്റക്കാരായി തീരുവാൻ നിർബന്ധിതരായ അനേകായിരം ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. ഹെറോദേസിൽ നിന്നും ഉണ്ണിയേശുവിനെ രക്ഷിക്കുവാനായി മാലാഖയുടെ സന്ദേശം സ്വീകരിച്ചുകൊണ്ട് ഈജിപ്തിലേക്ക് പലായനം ചെയ്ത് അവിടെ പ്രവാസിയായി ജീവിച്ച തിരുക്കുടുംബത്തെ നാം അനുസ്മരിക്കുക. അങ്ങനെ വിശപ്പും
ദാരിദ്ര്യവും അനുഭവിച്ചുകൊണ്ട് വളർന്നു വന്ന യേശുവിൻ്റെ അതുപോലെ തന്നെ ആ തിരുക്കുടുംബത്തിൻ്റെ ആ മാതൃക നമുക്ക് വേദന അനുഭവിക്കുന്നവരോട്, സമൂഹത്തിൻ്റെ അരികുകളിലാക്കപ്പെട്ടവരോട്, അവഗണിക്കപ്പെട്ടവരോട് പക്ഷം ചേരുവാനായിട്ട് നമ്മെ സഹായിക്കണം. ഏഷ്യയിലെ സഭ എന്ന അപ്പസ്തോലിക പ്രബോധനത്തിൽ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പ പറയുന്ന വാക്കുകൾ സ്മരണീയമാണ്. വിശക്കുന്നവരോട്, ദാഹിക്കുന്നവരോട്, കിടപ്പാടമില്ലാത്തവരോട്, ചികിത്സാ സൗകര്യം ലഭിക്കാത്തവരോട് നാം പരിഗണനാർഹമായ സ്നേഹം കാണിച്ചില്ല എങ്കിൽ തൻ്റെ പടിവാതിൽക്കൽ കിടന്നിരുന്ന ലാസറിനെ കണ്ടില്ലെന്ന് നടിച്ച ധനികനെ പോലെയായി തീരും നമ്മളെന്ന്. അപ്പോൾ വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ തിരുനാൾ ആഘോഷം പാവങ്ങളോട് പക്ഷം ചേരുവാൻ നമ്മെ ഉത്ബോധിപ്പിക്കുകയാണ്, നമ്മെ പ്രചോദിപ്പിക്കുകയാണ്. ഒരു ദരിദ്രമായ പശ്ചാത്തലത്തിൽ ജീവിച്ച ഔസേപ്പിതാവിൻ്റെ തിരുക്കുടുംബത്തിൻ്റെ ആ ചൈതന്യം നമുക്ക് സ്വന്തമാക്കിക്കൊണ്ട് പാവപ്പെട്ടവരോട് കരുതലുള്ളവരായി ജീവിക്കുവാനായിട്ട് വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ സഹായവും മാധ്യസ്ഥ്യവും നമുക്ക് തേടാം. ശബ്ദമുഖരിതമായ ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. എവിടെയും ബഹളവും ഒച്ചപ്പാടും. എന്നാൽ ഔസേപ്പിതാവ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ശാന്തനായി ദൈവഹിതം അന്വേഷിക്കുകയും ആ ദൈവഹിതം തൻ്റെ ജീവിതത്തിൽ അന്വർത്ഥമാക്കുകയും ചെയ്യുന്ന അനുഭവമാണ് നാം സുവിശേഷങ്ങളിൽ വായിക്കുക, സുവിശേഷങ്ങളിൽ കാണുക. ഔസേപ്പിതാവിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ നമ്മുടെ ദേവാലയങ്ങളിൽ പാവപ്പെട്ടവർക്ക് വേണ്ടി ഭക്ഷണം നൽകുന്ന പതിവ് അത് തീർച്ചയായും അഭിനന്ദനാർഹമാണ്. എന്നാൽ ആ തിരുനാൾ ദിനത്തിൽ മാത്രമല്ല, തുടർന്നും പാവപ്പെട്ടവരോട് കരുണയും കരുതലുമുള്ളവരായി ജീവിക്കുവാൻ ഔസേപ്പിതാവിൻ്റെ മഹനീയ മാതൃക നമുക്ക് ശക്തിയും കരുത്തും നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ഒരിക്കൽ കൂടി എല്ലാവർക്കും ഔസേപ്പിതാവിൻ്റെ തിരുനാൾ ആശംസകൾ നേരുകയും ചെയ്യുന്നു.